إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകർക്ക് മാർഗദർശനമായി അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളും മുൻഗാമികൾ എപ്രകാരം മനസ്സിലാക്കിയോ അപ്രകാരം തന്നെ മനസ്സിലാക്കി റബ്ബിന്റെ തൃപ്തിക്കനുസൃതമായി ജീവിതം മുന്നോട്ട് നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരിക്കലും ഏതൊരു വിഷയത്തിലും നഷ്ടം സംഭവിച്ചവരായി മാറാൻ നാം ആരും തന്നെ ആഗ്രഹിക്കാത്ത, താല്പര്യപ്പെടാത്തൊരു കാര്യമാണ്. അത് നിസ്സാരമായ ചെറുപ്പകാലഘട്ടങ്ങളിലെ ഏതെങ്കിലും ഒരു പരീക്ഷയുടെ വിഷയമായിരുന്നാലും അതല്ല നമ്മൾ ജീവിതത്തിൽ തുടങ്ങി വെക്കുന്ന ദുനിയാവിൻ്റെതാകട്ടെ ദീനിൻ്റെതാകട്ടെ ഏതൊരു സംരംഭവും എത്ര ചെറുതായിരുന്നാലും അത് പരാജയപ്പെടുന്ന ഒരവസ്ഥ നാം ആരും തന്നെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നഷ്ടം സംഭവിച്ച ചില ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ നഷ്ടം എന്നുള്ളത് പിന്നീട് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത, അതിൻ്റെ അപാകതകൾ നികത്തി വീണ്ടെടുക്കാൻ പറ്റാത്ത ഒരു നഷ്ടമാണ്. നാം ഇവിടെ അനുഭവിക്കുന്ന ദുനിയാവിൽ നേരിടുന്ന ഏത് പരാജയമായിരുന്നാലും ഒരുപക്ഷെ അത് പിന്നീട് ഒരിക്കൽ കൂടി നല്ല നിലക്ക് പരിശ്രമിച്ച് ആ പരാജയത്തേക്കാൾ, ആ നേരിട്ട വിഷമത്തേക്കാൾ ഉത്തമമായ രൂപത്തിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വന്നേക്കാം. പക്ഷെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്ന ഈ നഷ്ടം അതൊരിക്കലും പിന്നീട് വന്ന് നികത്തുക എന്നുള്ളത് സാധ്യമല്ല. ഒരിക്കൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം. അദ്ദേഹം ജനങ്ങളെല്ലാം നന്മകളെക്കുറിച്ച്, ഖൈറായ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ ഏതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ റസൂലിനോട് ചോദിച്ചിരുന്നത് ഷർറിനെ കുറിച്ചാണ്, തിന്മയെക്കുറിച്ചാണ്. കാരണം മഖാഫത അൻ യുദ്രികനി, അത് എന്നെ ബാധിക്കാതിരിക്കാൻ വേണ്ടി. കാരണം നന്മകൾ ഒരുപാട് ചെയ്യുകയും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരുപാട് തിന്മകളും ചെയ്തു വെക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട്
തിന്മ ഏതാണ് എന്ന് തിരിച്ചറിയേണ്ടത് നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തത്തോട് കാണിക്കുന്ന നസീഹത്താണ്, ഗുണകാംക്ഷയാണ്. അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നാം തന്നെ നാളെ പരലോകത്ത് ശിക്ഷക്ക് ചെയ്യൊതുങ്ങേണ്ടി വരും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഈ നഷ്ടം സംഭവിച്ച ആളുകൾ ഖാസിരീൻ എന്ന് നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ പാരായണം ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാകാം. അതിൻ്റെ അർത്ഥം നഷ്ടം സംഭവിച്ച ആളുകൾ എന്നാണ്. ഇതിൻ്റെ ഈ പറയുന്ന ഗുണങ്ങളുടെ എല്ലാം കാരണമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വമൻ യത്തഖിദിശ് ശൈത്വാന വലിയ്യം മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനു പുറമെ ശൈത്വാനെ വലിയായി സ്വീകരിച്ചവൻ ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീന, അവൻ വ്യക്തമായ നഷ്ടത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്നാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ, ശൈത്താൻ അവരെ കീഴൊതുക്കിയിരിക്കുകയാണ്, വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്, ശൈത്താൻ അവരുടെ വിഷയത്തിൽ അതിജയിച്ചിരിക്കുകയാണ്. ഫഅൻസാഹും ദിക്റല്ലാഹ്, ശൈത്താൻ നമ്മുടെ വിഷയത്തിൽ അതിജയിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന് അവൻ നമ്മെ മറപ്പിച്ചു കളയുന്നതാണ്. ഉലൈക ഹിസ്ബു ശൈത്താൻ, അവരാണ് ശൈത്താന്റെ കൂട്ടാളികൾ. അലാ ഇന്ന ഹിസ്ബ ശൈത്താനി ഹുമുൽ ഖാസിറൂൻ, ശൈത്താന്റെ കൂട്ടാളികൾ ആരാണോ അവർ നഷ്ടം സംഭവിച്ചവരാണ് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നഷ്ടം സംഭവിച്ച ആളുകൾ എന്ന് പറഞ്ഞ ആളുകളുടെ വിശേഷണങ്ങൾ അതിൽ ചിലത് മാത്രം ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലൊന്നുപോലും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത്, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു അല്ലദീന ആമനൂ ബിൽ ബാത്തിലി വകഫറൂ ബില്ലാഹ് ഉലൈക ഹുമുൽ ഖാസിറൂൻ, ബാത്തിലിനെ, സത്യമല്ലാത്തതിനെ വിശ്വസിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുകയും ചെയ്തവരാരോ ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടം സംഭവിച്ചവരാണ്. വലഖദ് ഊഹിയ ഇലൈക വഇല അല്ലദീന മിൻ ഖബ്ലിക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കും നാം വഹി നൽകിയ കാര്യമാണ്. എന്താണ് വഹി നൽകിയത്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, താങ്കളെങ്ങാൻ എന്നിൽ ശിർക്ക് ചെയ്തു പോയാൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം അള്ളാഹുവിന് കൊടുക്കേണ്ടതായ എന്തൊക്കെയുണ്ടോ അതിലേതെങ്കിലും ഒന്ന് അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടതിൽ നിന്ന് അള്ളാഹു അല്ലാത്ത അവന്റെ മറ്റു സൃഷ്ടികളിലേക്ക് വകവെച്ച് കൊടുക്കുകയാണ് എങ്കിൽ അതാണ് ശിർക്ക് എന്നുള്ളത്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യവും ഒരു ഇബാദത്തും ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന എന്തൊക്കെയുണ്ടോ അതിലൊന്നുപോലും അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷവും ആ വിശ്വാസം സ്വീകരിക്കുന്നവരാണ്. നമുക്കറിയാം, ഒരിക്കലും മുൻകാലഘട്ടത്തിൽ പോലും പറയാൻ മടിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നുള്ളത് ചെറുപ്പകാലഘട്ടങ്ങളിൽ മുതലേ മദ്രസകളിൽ മുസ്ലിം മക്കൾ പഠിച്ചു വളർന്ന കാര്യമാണ്. അതിന് വിപരീതമായി അല്ലാഹു അല്ലാത്ത ഏതാനും ചില വർഷങ്ങൾ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വായുവും വെള്ളവും അതെല്ലാം അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് രോഗങ്ങൾക്കടിമപ്പെട്ട് മരണപ്പെട്ടു പോയ അള്ളാഹുവിന്റെ വിധിക്ക് കീഴൊതുങ്ങേണ്ടി വന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ച, കോഴിക്കോടിന്റെ പരിസരത്ത് ജീവിച്ച CM മടവൂർ എന്ന വ്യക്തിയാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞു നടക്കുന്ന, അത് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം നമ്മുടെ നാട്ടിൽ ഉള്ള സന്ദർഭത്തിലാണ് സഹോദരങ്ങളെ ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രാധാന്യത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഏതൊരു മേഖലയിലും നമ്മൾ വിശ്വസിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങളിൽ ഒന്നിൽ പോലും ഈ പറഞ്ഞ രൂപത്തിൽ ശിർക്കിന്റെ ഒരു കണിക പോലും കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് നമ്മൾ ആദ്യം നമ്മുടെ വിശ്വാസം പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം, ഞാൻ ഉൾക്കൊള്ളുന്ന വിശ്വാസം, അത് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അത് അംഗീകരിക്കുന്ന രൂപത്തിലുള്ള വിശ്വാസം തന്നെയാണോ എന്നൊരു പരിശോധന നടത്തേണ്ടതുണ്ട്. കേവലം അള്ളാഹുവിനോട് മാത്രം ആരാധന നടത്തുക, അള്ളാഹു അല്ലാത്തവരെ ഒഴിവാക്കുക,
എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങൾ. ഇസ്ലാമിക വിശ്വാസത്തിന്റെ വിഷയത്തിൽ എഴുതപ്പെട്ട ആയിരക്കണക്കിന് പേജുകളുള്ള കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം എഴുതപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? ഇസ്ലാമിക വിശ്വാസത്തിന്റെ വിഷയത്തിൽ വ്യതിചലിച്ചു പോയ വ്യത്യസ്തങ്ങളായ കക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൊന്നിൽ പോലും, ഒരു മേഖലയിൽ പോലും നാം വഴിതെറ്റാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലദീന ആമനു ബിൽ ബാത്തിൽ, ബാത്തിലായ ഒന്നിനെ പോലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നാം കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച വിഷയം അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന, അതല്ലെങ്കിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിനെ നിഷേധിക്കുന്ന, അതിനുവേണ്ടി ആളുകളെ കൂട്ടുന്ന ആ ആശയത്തിലേക്ക്, ആ ആദർശത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന നിരവധി ഇസ്ലാമിക പേര് സ്വീകരിച്ച ആളുകൾ തന്നെ അതിന് സംഘടനകളും മറ്റുമെല്ലാം ഉണ്ടാക്കി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വിശ്വാസത്തെ, സഹോദരങ്ങളെ, ആത്മാർത്ഥമായി നമ്മളൊരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇത് കേവലം നമ്മുടെ മനസ്സിലൊന്ന് കേട്ടു പോകേണ്ടതല്ല, ഇത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇസ്ലാമിക വിശ്വാസത്തെക്കുറിച്ച് പഠിക്കാൻ, യഥാർത്ഥ വിശ്വാസം എന്തെന്ന് നമ്മൾ പഠിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ്. അതല്ല എങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ നഷ്ടം സംഭവിച്ച ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകും എന്നുള്ളത് നമ്മൾ ഭയപ്പെടേണ്ട വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് നാം കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച വിഷയമാണ്. മരണത്തിന് ശേഷം അല്ലാഹു എന്തൊക്കെയുണ്ട് എന്ന് നമ്മെ പരിചയപ്പെടുത്തിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ ഒരു വ്യക്തി മരിക്കുന്ന സമയം മുതൽ നടക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഈ ലോകത്ത് അവൻ ഇതുവരെ കാണാത്ത കാഴ്ചകൾ കണ്ടു തുടങ്ങുന്നതാണ്. മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തുനിന്ന് വിട പറയുന്നതിന് മുമ്പേ മലക്കുകളെ അവൻ കാണുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഈ ഒരു സന്ദർഭത്തെക്കുറിച്ച് നീ അശ്രദ്ധയിലായിരുന്നു. അല്ലേ സഹോദരങ്ങളെ, എത്രമാത്രം യാഥാർത്ഥ്യമാണ് അല്ലാഹുവിന്റെ ഈ വാക്ക്. നാം അശ്രദ്ധയിലാണ് എന്ന് പറഞ്ഞാൽ അത്രമേൽ അശ്രദ്ധയിലാണ്. എന്തെന്ന് വെച്ചാൽ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മുടെ കൂടെ ജോലിയെടുത്തവർ, നമ്മുടെ നാട്ടിലുള്ളവർ, നമ്മേക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ വ്യക്തികൾ വരെ മരണമടഞ്ഞ് അവരുടെ മയ്യത്ത് നമ്മൾ നിസ്കരിച്ച് അവരെ കബറടക്കി നമ്മൾ തിരിച്ചു പോരുന്നു. ഇത് നിരന്തരം നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ മരണത്തെക്കുറിച്ച് ഞാൻ മരിക്കാനുള്ളവനാണ് എന്നുള്ള ചിന്ത, ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥ രൂപത്തിൽ വരുന്നില്ല എന്നുള്ളത്, നാം അശ്രദ്ധയിലാണ് ഈ വിഷയത്തെക്കുറിച്ച് എന്നുള്ളത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ വാക്ക് എത്രയോ സത്യമാണ്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, നീ ഇതിനെക്കുറിച്ച് അശ്രദ്ധയിലായിരുന്നു. ഫകശഫ്നാ അൻക ഗിതാഅക്, ഇന്ന് നിനക്ക് മേലുണ്ടായിരുന്ന ആ മറ അത് നാം അങ്ങ് നീക്കുകയാണ്. ഫബസ്സറുകൽ യൗമ ഹദീദ്, ഇന്നേ ദിവസം നിന്റെ കാഴ്ച അത് ശക്തി കൂടുന്നതാണ്. അള്ളാഹു വിശുദ്ധ ഖുർആൻ അറിയിച്ച കാര്യമാണ്. മരണപ്പെടാൻ പോകുന്ന ഒരു വ്യക്തി ഇവിടെ നിന്ന് തന്നെ മലക്കുകളെ കണ്ടു തുടങ്ങുന്നതാണ്. തീർത്തും വ്യത്യസ്തമായ മറ്റൊരു ലോകത്തേക്ക് കിടക്കുന്നതാണ്. അവിടെ മുതൽ നടക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി, വ്യക്തമായി നമ്മൾ ഇന്നൊരു സ്ക്രീനിൽ കണ്ടാൽ എത്രമാത്രം വ്യക്തമാണോ അതുപോലെ തന്നെ അത്രമേൽ വ്യക്തമായ ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ്. ഓരോ സന്ദർഭവും ഖബറുകളിൽ എടുത്തു വെക്കപ്പെട്ടത് മുതൽ ഖബറിൽ നടക്കുന്ന കാര്യം, നാളെ മഹ്ശർ, നാളെ അവസാന ലോകത്ത് ഖിയാമത്ത് നാളിന്റെ സമയത്ത് കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്ക് വരുന്ന രംഗം വരെ വിശുദ്ധ ഖുർആനിലും ഹദീസിലും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന സന്ദർഭം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഒറ്റക്കായി വിളിച്ച് വിചാരണ ചെയ്യുന്ന സന്ദർഭം, ഒരാളും തന്നെ പരിഭാഷകനില്ലാത്ത, ഒരാളും തന്നെ സഹായിക്കാനില്ലാത്ത അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, നിങ്ങൾ ഓരോരുത്തരും ഒറ്റക്ക് റബ്ബിന്റെ മുമ്പിൽ വരുന്ന സന്ദർഭം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായി വിശദീകരിച്ചു തന്നിട്ട് ഇതിനെ നിഷേധിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത്ഭുതകരമായ കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനെ നിഷേധിക്കുന്നവർ അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരല്ല, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരല്ല, ശിർക്കും കുഫറും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരല്ല. നേരെ മറിച്ച് ഇതിനെ എതിർക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന, ജാറങ്ങളും അതുപോലെ തന്നെയുള്ള മഖബറകൾക്കും മുമ്പിൽ സുജൂദ് ചെയ്യുന്നതിനെ എതിർക്കുന്ന, മരിച്ചുപോയ മരണപ്പെട്ടുപോയ മഹാത്മാക്കളെയും പ്രവാചകന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന, മാലയും മൗലീദും അടങ്ങുന്ന അത്തരത്തിലുള്ള ബിദ്അത്തുകളും ശിർക്കിനെയും എതിർക്കുന്ന, അതിനെതിരെ സ്റ്റേജ് കെട്ടി പറയുന്ന,
തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന വിഭാഗത്തിൽ വരെ ഈ ഒരു ചിന്താഗതി കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങൾ എത്രമാത്രം നമ്മൾ ചിന്തിക്കണം. എത്രയോ ഹദീസുകളെ നിഷേധിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മരണത്തിന് ശേഷം മരണം മുതൽ എന്തൊക്കെ നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ അതിൽ ഒന്നിനെ പോലും നമ്മൾ നിഷേധിക്കാൻ പാടില്ല. അതെല്ലാം കൃത്യമായി നമ്മൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്യണമെന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വയൗമ യഹ്ശുറുഹും കഅല്ലം യൽബസു ഇല്ലാ സാഅതൻ മിനൻ നഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസം അവരെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. കഅല്ലം യൽബസു ഇല്ലാ സാഅതൻ മിനൻ നഹാർ. ഈ ദുനിയാവിൽ ഒരല്പസമയം മാത്രമേ അവർ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന് അവർക്ക് തോന്നുന്നതാണ്. യതആറഫൂന ബൈനഹും, അവർ പരസ്പരം അന്യോന്യം തിരിച്ചറിയുന്നതാണ്. ഈ ലോകത്ത് ജീവിച്ച നമ്മൾ ഇന്ന് കാണുന്ന പരസ്പരം പരിചയത്തിലുള്ള ആളുകൾ തമ്മിൽ നാളെ പരലോകത്ത് കണ്ടുമുട്ടുന്നതാണ്. ആ സന്ദർഭമെല്ലാം ഹദീസുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നാളെ വസ്ത്രം ധരിക്കാത്തവരായി, കാൽപാദങ്ങളിൽ കാലുറകൾ ധരിക്കാത്തവരായി, പാദരക്ഷകൾ ധരിക്കാത്തവരായിട്ടാണ് നാളെ കടന്നു വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലേ, അന്ന് ആ ദിവസം എല്ലാവരും നഗ്നരായി വരുന്ന സമയത്ത് പരസ്പരം ആണുങ്ങളും സ്ത്രീകളും പരസ്പരം നോക്കുകയില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. സ്വാഭാവികമായ സംശയമാണ്. ഇന്ന് മുസ്ലിം യുവാക്കൾ അതല്ലെങ്കിൽ പുരുഷന്മാർ ഏറെ പരീക്ഷിക്കപ്പെടുന്ന വിഷയമാണ് സ്ത്രീകളുടെ വസ്ത്രധാരണം എന്നുള്ളത്. പുറത്തിറങ്ങി നടന്നാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന സന്ദർഭമാണ്. ആ ഒരു സന്ദർഭം വിശദീകരിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, റസൂലേ, പരസ്പരം അവർ നോക്കുകയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, അന്നത്തെ ദിവസം അൽയൗമു അശദ്ദു മിൻ ദാലിക്, ആ ദിവസം അതിനേക്കാൾ പ്രയാസകരമായ ദിവസമാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക സഹോദരങ്ങളെ. പരസ്പരം നോക്കാൻ പോലും തോന്നാത്ത ദിവസം, നഗ്നരായ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും അത് നോക്കാൻ നമ്മുടെ കണ്ണ് ചലിപ്പിക്കാൻ ധൈര്യം വരാത്ത ദിവസം എന്ന് പറഞ്ഞാൽ ആ ദിവസം എത്രമാത്രം ഭയാനകരമായിരിക്കും. ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നി, സ്വന്തം കാര്യം നോക്കാൻ മാത്രം പ്രയാസകരമായ ദിവസമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയ ദിവസമാണ്. ഖദ് ഖസിറല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാ. അവിടെയാണ് കാര്യം. ഈ ഒരു ദിവസത്തെ ആര് നിഷേധിച്ചുവോ, നമ്മെ ഈ കണ്ടുമുട്ടുന്ന ഈ ദിവസത്തെ ആര് നിഷേധിച്ചുവോ, വമാ കാനൂ മുഹ്തദീൻ, അവരാണ് സന്മാർഗം നൽകപ്പെടാത്തവർ, സന്മാർഗത്തിൽ ചേരാത്തവർ, അതുപോലെ തന്നെ നഷ്ടം സംഭവിച്ചവർ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തിന് ശേഷം സംഭവിക്കാനുള്ള കാര്യങ്ങൾ, ഇന്ന് നാം ദുനിയാവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഭവങ്ങൾ എത്രമാത്രം യാഥാർത്ഥ്യമാണോ, വഇന്നഹു ലഹഖുൻ മിസ്ലമാ അന്നകും തൻതിഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിടത്ത് പറഞ്ഞത് അങ്ങനെയാണ്, ഫറബ്ബിസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നഹു ലഹഖുൻ മിസ്ലമാ അന്നകും തൻതിഖൂൻ, നിങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളത് എത്രമാത്രം സത്യമാണോ അതുപോലെ സത്യമാണ്. ഇവിടെ കയറി വരുന്ന ഒരു വ്യക്തിയും പറയുകയില്ല ഞാനിവിടെ സംസാരിക്കുകയില്ല എന്ന്. നമ്മൾ സംസാരിക്കുന്നുള്ളത്, ആ അനുഭവം നമുക്ക് എത്രമാത്രം യാഥാർത്ഥ്യമായി തോന്നുന്നുവോ അതുപോലെ സത്യമാണ് മരണവും മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതവും എന്നുള്ളത്. അതുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങാൻ നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ്. ഇത് നമ്മുടെ മക്കളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ട വിഷയവുമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നഷ്ടം സംഭവിച്ചവരെന്ന് പറഞ്ഞ വിഭാഗം അള്ളാഹുവിന്റെ ശത്രുക്കളായ, അള്ളാഹുവിനെ ധിക്കാരം കാണിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഈ വിശുദ്ധ ഖുർആനെയും അവസാന പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെയും നിഷേധിക്കുന്ന അള്ളാഹുവിന്റെ ശത്രുക്കളായ യഹൂദ നസ്വാറാക്കളെ പിൻപറ്റുന്നവർ അവർ നഷ്ടത്തിലാണ് എന്ന് ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. യഹൂദ നസ്വാറാക്കളെ പിൻപറ്റുക എന്നുള്ളത് പല ആളുകളുടെയും അവരോടുള്ള എതിർപ്പ്, അത് അവരുടെ ഉൽപ്പന്നങ്ങൾ നിഷേധിക്കുക, അതല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങുകയാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ചില രാജ്യങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്ലാമിക ശത്രുക്കൾ നടത്തുന്ന അധിനിവേശം കാണുമ്പോൾ അതിനെതിരെ ഒരു അരമിനിറ്റോ അതല്ലെങ്കിൽ ഒരു മിനിറ്റോ വരുന്ന വാട്സപ്പ് സ്റ്റാറ്റസുകൾ വെക്കുന്നതിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന വിഷയമാണ്. ഇതങ്ങനെ നിസ്സാരമായ ഒരു വിഷയമല്ല സഹോദരങ്ങളെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പഠിപ്പിച്ച ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖാലിഫുൽ യഹൂദ്, പല കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ട് കൂടെ ചേർത്ത് പറഞ്ഞതായി കാണാം. നിങ്ങൾ യഹൂദർക്കെതിരാകണമെന്ന്. ഇത് നമ്മുടെ ദീനിന്റെ ഭാഗമാണ്. ഇത് നമ്മുടെ ദീനിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമാണ്. കാരണം ഇന്ന് നമുക്ക് കാണാം, മറ്റു മതസ്ഥരായ അന്യമതസ്ഥരുടെ ആഘോഷങ്ങൾക്ക് അതിന്റെ പിന്നാലെ കൂടിച്ചേരുകയും അതിനുവേണ്ടി നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന്, അള്ളാഹുവിനെ മാത്രം സുജൂദ് ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു ഉമ്മത്തിലെ മക്കൾ അതിനുവേണ്ടി പൈസ ചെലവഴിച്ച്, അവരുടെ സമയം ചെലവഴിച്ച്, അതിനുവേണ്ടി മാതാപിതാക്കളുടെ ഒത്താശയോടുകൂടി അല്ലാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികളെ ആരാധിക്കുന്ന, അതിന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകാൻ മുസ്ലിം സമൂഹത്തിൽ, മുസ്ലിം മദ്രസകളിൽ നിന്ന് ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പഠിച്ച ഏതും കുട്ടിയായാലും ചെറുപ്പകാലഘട്ടങ്ങളിൽ മദ്രസയിൽ ഒരു 3-4 വർഷം പോകാത്തവരായി ഉണ്ടാവുകയില്ല. ആ ബാലപാഠങ്ങൾ പഠിച്ച മക്കൾക്ക് വരെ അവരുടെ മനസ്സിനോട് ആത്മാർത്ഥമായി ചോദിച്ചാൽ ഉത്തരം വരുന്ന കാര്യമാണ് ഇതിനൊന്നും ചേരാൻ പാടില്ല എന്ന്. ഇതിന് കൂടുതൽ തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ നിരത്തേണ്ടതില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് പങ്കുചേരാൻ സാധിക്കുക? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ മക്കൾക്ക് അതിനുവേണ്ടി പുതിയ വസ്ത്രങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ, അതിനുവേണ്ടി നമ്മുടെ മക്കളെ കലാലയങ്ങളിലേക്ക് അതിനുവേണ്ടിയുള്ള ആഘോഷങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മളും കുടുംബപരമായി തന്നെ അതിലേക്ക് കുടുംബത്തോടുകൂടി ചേർന്ന് കൊടുക്കുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅനത്ത് ചൊല്ലിയ, അല്ലാഹു ശാപം വരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗങ്ങളുടെ ആഘോഷങ്ങൾക്കാണ് നമ്മൾ കൂടിക്കൊടുക്കുന്നത്. ഇതൊരിക്കലും അവരോട് അനീതി ചെയ്യാനോ അക്രമം പ്രവർത്തിക്കാനോ ഉള്ള ആഹ്വാനമൊന്നുമല്ല. ഇത് നമ്മുടെ ദീനിന്റെ സംരക്ഷണമാണ്. ഇങ്ങനെയാണ് ചാണിന് ചാണായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ, നിങ്ങളുടെ മുൻഗാമികളുടെ ചര്യകളെ നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയതാണ്. അങ്ങനെ ഒരു സമൂഹം ഇവിടെ വരാനുണ്ട് എന്ന് പറഞ്ഞ് അതിന് കൂടിച്ചേരാനല്ല, അതിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് സഹോദരങ്ങളുടെ അവരുടേതായ ആചാരങ്ങൾക്കോ ആഘോഷങ്ങൾക്കോ അവരുടേതായ ചര്യകളോ ഒരിക്കലും തന്നെ മുസ്ലിം സമുദായം കടമെടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. എന്തൊന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെ, രാത്രി കിടന്നുറങ്ങുന്നത് വരെ, അല്ല, രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റാൽ എന്ത് പ്രാർത്ഥിക്കണമെന്ന് വരെ, എന്ത് പറയണമെന്ന് വരെ പഠിപ്പിച്ച ദീനാണ് ദീൻ ഇസ്ലാം. അതുപോലെ തന്നെ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ വരെ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഒരു മതത്തിലേക്കും മറ്റൊരു മതത്തിന്റെ ഒരു ആചാരമോ ഒരു കർമ്മമോ ഒരു സ്വഭാവ മര്യാദകളോ ഒന്നും തന്നെ കടമെടുക്കേണ്ട ആവശ്യം മുസ്ലിം ഉമ്മത്തിൽ വളർന്ന ഒരു സമൂഹത്തിൽ, ഈ ഇത്തര ഉത്തമമായ സമുദായത്തിൽ വളർന്ന ഒരു മുസ്ലിം സമൂഹത്തിന് ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മുടെ പരലോകം നഷ്ടമാകുന്ന വിഷയമാണ്. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ദീൻ പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. സത്യസന്ധരായി ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി നമ്മൾ ദീനിന്റെ വിഷയങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ ഇക്കാര്യമെല്ലാം നമുക്ക് ബോധ്യപ്പെടുന്ന വിഷയമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, 4ാമത്തെ കാര്യം, നഷ്ടം സംഭവിച്ചവരെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ 4ാമത്തെ കൂട്ടരെന്നുള്ളത് തോന്നുന്ന രൂപത്തിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. അതല്ലെങ്കിൽ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളിൽ തന്റെ ഇച്ഛക്കും ഈ നാടിനും അവസരങ്ങൾക്കും തന്റെ ജോലിക്കും തന്റെ കുടുംബ പശ്ചാത്തലത്തിനുമെല്ലാം യോജിച്ച കാര്യങ്ങൾ മാത്രം അനുസരിക്കുകയും ഉൾക്കൊള്ളുകയും അതല്ലാത്തത് വെടിയുകയും ചെയ്യുന്ന അവസ്ഥ. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യം നൽകുന്ന സമയത്ത് മാത്രം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അനുസരണ ചെയ്യുക. നേരെ മറിച്ച് ജീവിതത്തിൽ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ അല്ലാഹുവിനുള്ള ഇബാദത്തും അനുസരണയും എല്ലാം ഒരു വഴിക്ക് അതിനെ വിട്ടുകളയുന്ന അവസ്ഥ. ഇത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ് സഹോദരങ്ങളെ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറഞ്ഞു, വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, ഒരു അറ്റത്തിരുന്ന് ഒരു ഓരത്തിരുന്ന് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഫഇൻ അസ്വാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി, അവന് ഖൈർ ബാധിച്ചാൽ, നന്മ ബാധിച്ചാൽ, ഐശ്വര്യമുണ്ട്, സാമ്പത്തികമായ പ്രയാസമില്ല,
കുടുംബത്തിൽ പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല, കാര്യമായിട്ട് ഒരു തട്ടുമുട്ടുമില്ലാതെ ജീവിച്ചു പോകാൻ പറ്റുന്ന ജോലിയുമുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്, ഒരു പ്രയാസവുമില്ല. അങ്ങനത്തെ അവസ്ഥയാണ് എങ്കിൽ ഇത്മഅന്ന ബിഹി, അവന്റെ ഖൽബ് ശാന്തമടയുന്നതാണ്, അവന് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതാണ്, അവന് പ്രയാസമൊന്നുമില്ല, അവൻ നല്ല രൂപത്തിൽ അവൻ ശാന്തമായി നീങ്ങുന്നതാണ്. പക്ഷേ വഇൻ അസ്വാബത്ഹു ഫിത്ന, അവന് ഫിത്ന ബാധിച്ചാൽ, പ്രയാസം ബാധിച്ചാൽ, ഇൻഖലബ അലാ വജ്ഹിഹി, അവൻ അവന്റെ പാട്ടിന് പോകുന്നതാണ്. ദീൻ വലിച്ചെറിഞ്ഞ്, ദീനിന്റെ അധ്യാപനങ്ങൾ വലിച്ചെറിഞ്ഞ് നിസാരമായ ദുനിയാവിന്റെ എന്തെങ്കിലും പ്രയാസം വരുമ്പോഴേക്ക് അള്ളാഹു എന്നെ പരിഗണിച്ചില്ല, ഞാൻ ഇത്ര നാൾ ദുആ ചെയ്തതാണ്, ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, ദീനിനു വേണ്ടി ഇത്രയെല്ലാം ഞാൻ പ്രയത്നിച്ചിട്ടുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദീനിന്റെ അധ്യാപനങ്ങളെ വലിച്ചെറിഞ്ഞ് അവന്റേതായ ദുനിയാവിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശത്രുക്കൾക്ക് അവരുടെ പ്രേരണകൾക്ക് കീഴൊതുങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ വലിച്ചെറിയുന്ന അവസ്ഥ വളരെ ചിന്തിക്കേണ്ട വിഷയമാണ് സഹോദരങ്ങളെ. ഇതൊന്നും ഒരിക്കലും ആ സമയത്ത് ചിന്തിക്കേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ സഹോദരങ്ങളെ, ദീനിനെ മുറുകെ പിടിക്കണമെങ്കിൽ അതിനു മുമ്പേ നമ്മൾ ദീനിനെ കൃത്യമായി മനസ്സിലാക്കി ദീനിനെ നെഞ്ചോട് ചേർത്തവരായിരിക്കണം, ആത്മാർത്ഥമായ ഇഖ്ലാസോടുകൂടി അതിനു മുമ്പ് ദീനിൽ ഉറച്ചു നിന്നവരായിരിക്കണം. അതല്ലാതെ പ്രയാസങ്ങൾ വരുമ്പോൾ ദീനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് കാര്യമായി പ്രയാസമുള്ളൊരു കാര്യമാണ്, ഏറെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ദീനിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളത് ഏത് തരത്തിലുള്ള പ്രയാസമായിരിക്കാം അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളത് എന്ന് നമുക്കാർക്കും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും നാം ഏവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആയത്ത് അല്ലാഹു അവസാനിപ്പിച്ചത് ഇങ്ങനെ തോന്നുന്ന രൂപത്തിൽ ഖൈറുള്ളപ്പോൾ മാത്രം, ഐശ്വര്യമുള്ളപ്പോൾ മാത്രം അല്ലാഹുവിനെ ആരാധിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ദീനിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും, എന്നാൽ പ്രയാസങ്ങൾ വരുമ്പോൾ ദീനിനെ വലിച്ചെറിയുകയും ചെയ്യുന്നവർ, അവരെക്കുറിച്ച് അല്ലാഹു ആ ആയത്തിൽ അവസാനിപ്പിച്ചത് ഖസിറദ് ദുനിയ വൽ ആഖിറ, അവർക്ക് ദുനിയാവും നഷ്ടപ്പെട്ടു, പരലോകവും നഷ്ടപ്പെട്ടു. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, ഇതാണ് വ്യക്തമായ നഷ്ടം എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തി. പരലോകവും നഷ്ടപ്പെട്ടു, ദുനിയാവും നഷ്ടപ്പെട്ടു. ചിന്തിക്കുക സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ നഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒന്ന് ഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ കൂട്ടത്തിൽ, ഈ പറഞ്ഞ വിശേഷണങ്ങളിൽ ഒന്നുപോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല ആലം. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയ മറ്റൊരു വിഭാഗമാണ് ആഖിറത്തിനേക്കാൾ ദുനിയാവിന് പ്രാധാന്യത നൽകുക എന്നുള്ളത്. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഈ പറയുന്ന ഞാനും നിങ്ങൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ ശൈത്താന്റെ കെണികളിൽ അകപ്പെട്ടവരായിരിക്കാം. ഓരോരുത്തരെയും ശൈത്താൻ പിടിച്ചിട്ടുള്ള മേഖല വ്യത്യസ്തമായിരിക്കും. ദുനിയാവിനേക്കാൾ ആഖിറത്തിന് പ്രാധാന്യം നൽകുക എന്ന് പറഞ്ഞാൽ ഏറെ പ്രയാസകരമായ കാര്യമാണ്. എന്നുവെച്ചാൽ ഒരു വിഷയത്തിൽ ദുനിയാവും ആഖിറവും നമ്മുടെ മുമ്പിൽ കടന്നു വന്നാൽ ആ സമയത്ത് ദുനിയാവിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് പരലോകം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രവർത്തിക്കാൻ ഏറെ പ്രയാസകരമായ കാര്യമാണ് സഹോദരങ്ങളെ. ഒരാൾ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്, വളരെ കാലം പ്രതീക്ഷിച്ച് പ്രയത്നിച്ച് നേടിയെടുത്തൊരു ജോലിയാണ്, ലഭിച്ചൊരു ജോലിയാണ്. പക്ഷേ ആ ജോലി ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് ഇതിൽ ഹറാം കടന്നു വരുന്നുണ്ട് എന്ന്. ആ സമയത്ത് ഹറാമായ സമ്പാദ്യം കൊണ്ടുള്ള ജീവിതം എന്നുള്ളത് അത് അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് ശിക്ഷക്ക് കാരണമാണ് എന്ന് മനസ്സിലാക്കി റബ്ബിന്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ആ സമയത്ത് ആ ലഭിച്ച ജോലി, വർഷങ്ങളോളം പ്രയത്നിച്ച് ലഭിച്ച ആ ഒരു ജോലി ഒഴിവാക്കി റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച്
മറ്റൊന്നിലേക്ക് തിരിയുക എന്നുള്ളത് ഏറെ പ്രയാസകരമായ കാര്യമാണ്. ഇതൊരുദാഹരണം മാത്രമാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങൾ വരും. ഇതൊരു ജോലിയുടെ ഉദാഹരണമാണ് എങ്കിൽ മറ്റു പലതും ഉണ്ടാകാം. ഹറാമും അതേ സമയത്ത് ഇതൊഴിവാക്കിയാൽ പല നഷ്ടങ്ങളും ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ. ആളുകളുടെ എതിർപ്പ്, കുടുംബത്തിൽ നിന്ന് വരെ എതിർപ്പ്, സമൂഹത്തിൽ ഒറ്റപ്പെടൽ, അതുപോലെ തന്നെ പിന്നീട് എന്തെന്നില്ലാത്ത മുന്നിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ, ഇനി എന്ത് ചെയ്യണമെന്നുള്ളൊരു ആവലാതി, അതല്ലെങ്കിൽ ഒരു പ്രയാസം മുന്നിൽ കടന്നു വരുന്ന അവസ്ഥ. ഈ സമയമാണ് പ്രധാനപ്പെട്ടത്. അതല്ലാതെ ഒരു പ്രയാസവുമില്ലാത്ത സമയത്ത് പള്ളിയിൽ വന്ന് നിസ്കരിക്കുക, അതല്ലെങ്കിൽ ദീനിന്റെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അല്ല. അത് ആർക്കും നടക്കുന്ന കാര്യമാണ്. നേരെ മറിച്ച് ദുനിയാവും ആഖിറവും തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് ആ ദുനിയാവ് ഒഴിവാക്കി ആഖിറത്തിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്, സഹോദരങ്ങളെ, അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. കഴിഞ്ഞു പോയിട്ടുണ്ടാകാം ഓരോരുത്തർക്കും അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ, ഇനിയും ഉണ്ടാകാം. ആ സന്ദർഭത്തിൽ ആഖിറത്തിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മൾ വിജയിച്ച കക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ടു എന്നതിന്റെ അടയാളമാണ്. കാരണം അല്ലാഹു പറഞ്ഞു, ذَلِكَ بِأَنَّهُ مُسْتَحَبُّ الْحَيَاةَ الدُّنْيَا عَلَى الْآخِرَةِ. അവർ ആഖിറത്തിനേക്കാൾ ദുനിയാവിനെ അവർ ഇഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് അവർക്ക് ഈ പ്രയാസം സംഭവിച്ചത്. وَأَنَّ اللَّهَ لَا يَهْدِي الْقَوْمَ الْكَافِرِينَ. അല്ലാഹു സത്യനിഷേധികളായ ആളുകളെ അവർക്ക് അല്ലാഹു ഹിദായത്ത് നൽകുന്നതല്ല. ഉലൈക الذين طبع الله على قلوبهم. അവരുടെ ഹൃദയത്തിനും അവരുടെ കാതിനും അവരുടെ കേൾവിക്കുമെല്ലാം കണ്ണിനുമെല്ലാം അല്ലാഹു അടപ്പ് വെച്ചത്, മൂടി വെച്ചത് ഇക്കൂട്ടരാണ് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തി. അവരെ പറ്റി അല്ലാഹു പറഞ്ഞത്, ലാ ജറമ അന്നഹും ഫിൽ ആഖിറതി ഹുമുൽ ഖാസിറൂൻ. ഒരു സംശയവുമില്ല അവർ നാളെ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ് എന്ന്. നമ്മൾ വെള്ളിയാഴ്ചകളിൽ പാരായണം ചെയ്യുന്ന, കേട്ട് പരിചയിച്ച സൂറത്താണ് സൂറത്തുൽ അഅല, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല. അതിന്റെ അവസാന ഭാഗത്ത് എന്താണ് അല്ലാഹു പറഞ്ഞത്? വൽ ആഖിറതു ഖൈറും വ അബ്ഖാ എന്നാൽ ആഖിറത്താണ് ഏറ്റവും ഉത്തമവും എന്നെന്നും നിലനിൽക്കുന്നതുമെന്ന്. സഹോദരങ്ങളെ, ഇത് പറയാൻ എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കേണ്ടതാണ്. ദുനിയാവിനാണോ നമ്മൾ പലപ്പോഴും പ്രാധാന്യം നൽകുന്നത്, അതല്ല ആഖിറത്തിനാണോ എന്ന് ചിന്തിക്കേണ്ടതാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാ. നമ്മുടെ മക്കളോ നമ്മുടെ കുടുംബമോ നമ്മുടെ സമ്പാദ്യമോ ഒന്നും അള്ളാഹുവിനെ കുറിച്ച് നമ്മെ മറപ്പിച്ച് കളയാൻ പാടില്ല എന്നുള്ളതാണ്. പലർക്കും പരീക്ഷണമായിട്ടുള്ളത് ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, അവരുടെ സന്തോഷമായിരിക്കാം, അവരുടെ താല്പര്യങ്ങളായിരിക്കാം. അതിനാണ് നമ്മൾ അള്ളാഹുവിന്റെ താല്പര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ഈമാനിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മാറ്റങ്ങൾ വരുത്താനുണ്ട് എങ്കിൽ എത്രയും വേഗം മാറ്റങ്ങൾ വരുത്തി ജീവിതം നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുക. മരണം എന്നുള്ളത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അറിയിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ അറിയിച്ചതാണ്. നീ ധരിക്കുന്ന നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ് നിന്റെ മരണം നിലനിൽക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ അറിയിച്ചതാണ്. അതുകൊണ്ട് മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്ന് പലർക്കും അറിയാം. പക്ഷേ അതിന് നമ്മൾ തയ്യാറാകാത്തവരുണ്ടാകാം, അതല്ലെങ്കിൽ അതിന് തയ്യാറായിട്ട് നടക്കാത്തവരുണ്ടാകാം. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധമാണ് നമ്മുടെ താല്പര്യമെങ്കിൽ, ആഗ്രഹമെങ്കിൽ അള്ളാഹു എളുപ്പം നമുക്ക് നൽകുന്നതാണ്. അള്ളാഹു നമ്മേവർക്കും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എളുപ്പം നൽകി അവന്റെ ദീൻ കൃത്യമായി ചിട്ടയോടുകൂടി ആചരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.